ഹലോ. നോബൽ പ്രൈസ് വിന്നേഴ്സ് എന്ന് പറയുന്നത് ഒട്ടുമിക്ക പരീക്ഷകളിലും ചോദിച്ചു കാണുന്ന ഒരു ചോദ്യമാണ്. 2025 നോബൽ പ്രൈസ് വിന്നേഴ്സ് ആരാണ്, അവർ ഏത് വിഷയത്തിലാണ് നോബൽ പ്രൈസ് നേടിയിരിക്കുന്നത്, നമുക്ക് എന്ത് ചെയ്യാം, ഒരു കോഡിലൂടെ പഠിച്ചു നോക്കാം. വളരെ പെട്ടെന്ന് 6 ഘട്ടമാണല്ലോ ഉള്ളത്. ഒന്ന് സയൻസ് തന്നെ മെഡിസിൻ, ഫിസിയോളജി, ദെൻ ഫിസിക്സ്, കെമിസ്ട്രി, ദെൻ ലിറ്ററേച്ചർ, ദെൻ പീസ്, പിന്നെ എക്കണോമിക്സ് എന്ന് പറയുമ്പോൾ നോർമലി നമ്മൾ ആൽഫ്രഡ് നോബൽ രൂപീകരിച്ചതിന് ശേഷമുള്ളതാണ്. അതിന് നമ്മൾ മറ്റൊരു പേര് പറയാറുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് കോഡിലൂടെ എങ്ങനെ ഇതിൽ ആർക്കൊക്കെയാണ് നോബൽ പ്രൈസ് കിട്ടിയിരിക്കുന്നത് എന്ന് നമുക്കൊന്ന് പഠിച്ചു നോക്കാം. ഓക്കെ, ഫസ്റ്റ് വൺ, നോബൽ പ്രൈസ് ഇൻ ഫിസിയോളജി ഓർ മെഡിസിൻ. ഫിസിയോളജിയിൽ അല്ലെങ്കിൽ മെഡിസിനിൽ 2025 നോബൽ പ്രൈസ് കിട്ടിയിരിക്കുന്നത് ആർക്കാണ്? ഞാൻ ആളുകളുടെ പേര് പറയുന്നതിന് മുമ്പ് തന്നെ ഒരു കോഡ് പറയാം. മേരി റാൻ വിത്ത് റാംസ്. മേരി റാമിൻ്റെ കൂടെ അല്ലെങ്കിൽ റാംസിൻ്റെ കൂടെ മേരി എന്ത് ചെയ്തു, പോയി. എവിടേക്കാ പോയത്? ടു സാഗയുടെ അടുത്തേക്ക് പോയി. എന്തിനു വേണ്ടിയിട്ടാണ്? ടു ഫിക്സ് ഹെർ ഇമ്മ്യൂണിറ്റി. അപ്പം മേരി റാംസിൻ്റെ കൂടെ സാഗ എന്നൊക്കെ പറയുമ്പോൾ ഗുരുക്കന്മാരൊക്കെ പറയും. അപ്പോൾ മേരി റാംസിൻ്റെ കൂടെ സാഗയുടെ അടുത്തേക്ക് പോയി. എന്തിനു വേണ്ടിയിട്ടാണ്? ടു ഫിക്സ് ഹെർ ഇമ്മ്യൂണിറ്റി. അവളുടെ ഇമ്മ്യൂണിറ്റി ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മേരി റാംസിൻ്റെ കൂടെ സാഗയുടെ അടുത്തേക്ക് പോയി. ടു ഫിക്സ് ഹെർ ഇമ്മ്യൂണിറ്റി. ഓക്കെ, വിന്നേഴ്സിനെ നമുക്ക് നോക്കാം. ഒന്നാമത്തേത് ആരാണ്? മേരി ഇ ബ്രങ്കോ ആണ്. അപ്പോൾ മേരി. ഓക്കെ, സെക്കൻഡ് വൺ റാംസ്. ആരാണ്? ഫ്രെഡ് രാംസ്ഡെൽ ആണ്, USA. ദ തേർഡ് വൺ ഈസ് ദ ഷിമൻ സഗാഗുഷി. അപ്പോൾ അപ്പോൾ എന്തായി? എന്താണ്? മേരി ഇ ബ്രങ്കോ. ദെൻ എന്താണ്? ദെൻ റാൻ വിത്ത് റാംസ്. ആരാണ്? ഫ്രെഡ് രാംസ്ഡെൽ. ദെൻ ദി ഷിമൻ സാഗുഷി, സാഗയുടെ അടുത്തേക്ക്. എന്തിനു വേണ്ടിയിട്ടാണ്? ഇവരുടെ കണ്ടുപിടുത്തം എന്താണ്? കൺസേണിങ് പെരിഫറൽ ഇമ്മ്യൂൺ ടോളറൻസ് ആൻഡ് ദി ഐഡന്റിഫിക്കേഷൻ ഓഫ് റെഗുലേറ്ററി T cells ആൻഡ് ദി FOXP3 ജീൻ. അപ്പോൾ ഇതിൽ നിങ്ങൾ പ്രധാനമായിട്ട് ഇവർ പറയുന്ന സിഗ്നിഫിക്കൻസ് എന്താണ്? ഹൗ ദി ഇമ്മ്യൂൺ സിസ്റ്റം സ്റ്റോപ്സ് ഇറ്റ്സെൽഫ് ഫ്രം അറ്റാക്കിംഗ് ദ ബോഡീസ് ഓൺ ടിഷ്യൂസ്. ഓട്ടോ ഇമ്മ്യൂൺ സിസ്റ്റത്തെ അല്ലെങ്കിൽ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസിനെ എങ്ങനെ പ്രിവെന്റ് ചെയ്യാം? അപ്പം നമ്മളുടെ ഇമ്മ്യൂൺ സിസ്റ്റം അത് നമ്മളുടെ ബോഡിയിലെ തന്നെ ടിഷ്യൂസിനെ അറ്റാക്ക് ചെയ്യുന്നത് എങ്ങനെ ഇറ്റ്സെൽഫ് സ്റ്റോപ്പ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇമ്മ്യൂൺ സിസ്റ്റം എന്ന് പഠിച്ചു നോക്കാം. അതാണ് നമ്മൾ പറഞ്ഞത്. മേരി റാൻസ് വിത്ത് റാംസ് ടു സാഗ ടു ഫിക്സ് ഹെർ ഇമ്മ്യൂണിറ്റി. അപ്പം എന്തൊക്കെയാണ്? മേരി ഇ ബ്രങ്കോ, ദെൻ എന്താണ്? ഫ്രെഡ് രാംസ്ഡെൽ, എന്താണ്? ഷിമൻ സഗാഗുഷി. എന്താണ്? ഇമ്മ്യൂൺ സിസ്റ്റം, പെരിഫറൽ ഇമ്മ്യൂൺ ടോളറൻസ് ആണ്. എന്താണ്? റെഗുലേറ്ററി T cells ആൻഡ് FOXP3 ജീൻ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ഈ 3 കാര്യങ്ങൾ കൂടി ഒന്ന് പഠിച്ചു വെച്ചാൽ മതി. എന്താണ്? ഇമ്മ്യൂൺ സിസ്റ്റം നമ്മൾ ഓൾറെഡി പറഞ്ഞു, പെരിഫറൽ ഇമ്മ്യൂൺ ടോളറൻസ് ആണ്. പിന്നെ റെഗുലേറ്ററി T cells ആൻഡ് എന്താണ്? FOXP3 ജീൻ. ഓക്കെ, ഇപ്പം ഇമ്മ്യൂൺ സിസ്റ്റം ബൂസ്റ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? എന്തെങ്കിലും ഒരു റെഗുലേഷൻ എന്തെങ്കിലും ചെയ്തിട്ടല്ലേ അപ്പോൾ നമ്മളുടെ ബോഡിയെ റെഗുലേറ്റ് ചെയ്യുക. അപ്പോൾ റെഗുലേറ്ററി T cells, അതിനെന്ത് ചെയ്തു? അയാൾ ഒരു T കൊടുത്തു എന്ന് വിചാരിക്കും. ഓക്കെ, അപ്പോൾ എന്താണ് അതിൻ്റെ പേരെന്താണ്? FOXP3 എന്നാണ്. അങ്ങനെ എന്തെങ്കിലും കണക്ട് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? ഒന്ന് പഠിച്ചു വെക്കുക. അപ്പോൾ മേരി റാംസ്, സാഗ ആൻഡ് ഇമ്മ്യൂണിറ്റി. ഓക്കെ ആണല്ലോ. ഫിസിയോളജി നിങ്ങൾ പഠിച്ചല്ലോ. നമുക്ക് എന്ത് ചെയ്യാം? നേരെ അടുത്തതിലേക്ക് കടക്കാം. നോബൽ പ്രൈസ് ഇൻ ഫിസിക്സ്. ഫിസിക്സിലുള്ള നോബൽ പ്രൈസ് നമുക്ക് എങ്ങനെ പഠിക്കാം എന്നാണ് നമ്മൾ നോക്കുന്നത്. ഒന്ന്, ഇവിടെ ജോൺ ക്ലാർക്ക്, മൈക്കൽ എച്ച് ഡിവോറിറ്റ് ആൻഡ് ജോൺ മാർട്ടിനിസ്. അപ്പോൾ നമ്മൾ പറയുന്നത് എത്രയേ ഉള്ളൂ, ക്ലാർക്കും അതേപോലത്തെ എന്താണ് ഡിവോറിറ്റ്, ഇവരെന്ത് ചെയ്തു? മാർട്ടിനിസ് എന്ന് പറയുന്ന ഒരു ബ്രാൻഡി ഉണ്ട് എന്ന് വെച്ചു. ഓക്കെ, ബ്രാൻഡിയോ ഇനി ലീക്കോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള, നിങ്ങൾ അത് ഇഷ്ടപ്പെടാത്ത ആളുകളാണെങ്കിൽ ഇനി സോഫ്റ്റ് ഡ്രിങ്ക്. ഓക്കെ, അപ്പോൾ എന്താണ്? ക്ലാർക്കും അതേപോലെ തന്നെ ഡിവോററ്റും എന്ത് ചെയ്തു? മാർട്ടിനിസ് എന്ന് പറയുന്ന ഒരു ബ്രാൻഡ്, എനി ബ്രാൻഡ്, ലിക്വർ ആണ് ലിക്വർ, അല്ലെങ്കിൽ സോഫ്റ്റ് ഡ്രിങ്ക് ആണ് സോഫ്റ്റ് ഡ്രിങ്ക്. മാർട്ടിനിസ് എവിടുന്നാണ്?
ക്വാണ്ടം ടണലിൽ നിന്നാണ് ഇവർ കുടിച്ചത്. എവിടെയാണ്? ക്വാണ്ടം ടണലിൽ നിന്നാണ് ഇവർ കുടിച്ചത്. ഓക്കെ, ആരൊക്കെയാണ്? ക്ലാർക്ക് ആൻഡ് ഡിവോററ്റ് എന്താണ് കുടിച്ചത്? മാർട്ടിനിസ് എന്ന് പറയുന്ന ഒരു ബ്രാൻഡിന്റെ ലിക്കറോ അല്ലെങ്കിൽ എനി സോഫ്റ്റ് ഡ്രിങ്ക് കുടിച്ചു. എവിടെ നിന്നാണ് കുടിച്ചത്? അത് ക്വാണ്ടം ടണൽ. അപ്പൊ ജോൺ ക്ലാർക്ക്, ദെൻ എന്താണ് മൈക്കൽ എച്ച് ഡിവോററ്റ്, എന്താണ് ജോൺ എം മാർട്ടിനിസ്. ഇവർ മൂന്നാൾക്കുമാണ് എന്ത് ചെയ്തത്? ഈ നോബൽ സമ്മാനം ലഭിച്ചിരിക്കുന്നത്. ഡിസ്കവറി ഓഫ് മാക്രോസ്കോപ്പിക് ക്വാണ്ടം മെക്കാനിക്കൽ ടണലിംഗ്, അല്ലെ? ക്വാണ്ടം മെക്കാനിക്കൽ ടണൽ, ക്വാണ്ടം ടണൽ എന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു, അല്ലെ? അപ്പോൾ മാക്രോസ്കോപ്പിക് ക്വാണ്ടം മെക്കാനിക്കൽ ടണലിംഗ് ആൻഡ് എനർജി ക്വാണ്ടസൈസേഷൻ, അല്ലെ? അപ്പൊ ഇതിനു വേണ്ടിയിട്ടാണ് ഇവർക്ക് എന്ത് ചെയ്തിരിക്കുന്നത്? നോബൽ പ്രൈസ് കിട്ടിയിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതിൽ ഒരു കാര്യം കൂടിയുണ്ട്. ബ്രിഡ്ജസ് ദ ഗ്യാപ്പ് ബിറ്റ്വീൻ ക്വാണ്ടം വേൾഡ് ആൻഡ് വിസിബിൾ സിസ്റ്റം, അല്ലെ? അപ്പൊ ക്വാണ്ടം കമ്പ്യൂട്ടിങ്ങിന്റെ ഫൗണ്ടേഷൻ ആയിരിക്കുന്ന ഈ ഒരു ക്വാണ്ടം വേൾഡിന്റെയും വിസിബിൾ മാക്രോസ്കോപ്പിക് സിസ്റ്റം ഇത് തമ്മിലുള്ള ഗ്യാപ്പ് ഫില്ല് ചെയ്ത ഒരു ഡിസ്കവറി ആയിരുന്നു. ഓക്കെ, ക്ലിയർ മക്കളെ? അപ്പൊ നിങ്ങൾ എന്ത് ചെയ്തു? ഫിസിയോളജി പഠിച്ചു, ദെൻ ഫിസിക്സ് പഠിച്ചു. ഇനി നമുക്ക് എന്ത് ചെയ്യാം? നേരെ കെമിസ്ട്രിയിലേക്ക് പോകാം. നോബൽ പ്രൈസ് ഇൻ കെമിസ്ട്രി. നോബൽ പ്രൈസ് ഇൻ കെമിസ്ട്രിയിൽ എന്താണ്? റോബ്സൺ ആൻഡ് യാഗി യൂസ്ഡ് എ കിറ്റ് ടു ബിൽഡ് എ മെറ്റൽ ഫ്രെയിം. അപ്പോൾ ഒരു മെറ്റൽ ഫ്രെയിം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് റോബ്സണും യാഗിയും എന്ത് യൂസ് ചെയ്തു? ഒരു കിറ്റ് യൂസ് ചെയ്തു, അല്ലെ? അപ്പോൾ റോബ്സൺ ആൻഡ് യാഗി ഒരു കിറ്റ് യൂസ് ചെയ്തിട്ടാണ് അവരെന്ത് ചെയ്തത്? മെറ്റൽ ഫ്രെയിം ഉണ്ടാക്കിയത്. ഓക്കെ മക്കളെ, നേരെ പേരിലേക്ക് വന്നോ. ആരാണ്? സുസുമു കിറ്റാഗാവ, കിറ്റ്. ഓക്കെ, ദെൻ എന്താണ്? റിച്ചാർഡ് റോബ്സൺ ആൻഡ് ഒമർ എം യാഗി. അപ്പൊ റോബ്സണും യാഗിയും എന്ത് യൂസ് ചെയ്തു? കിറ്റ്. അപ്പൊ കിറ്റാഗാവ. അപ്പൊ റോബ്സൺ, യാഗി, കിറ്റാഗാവ ഇവര് മൂന്നാളും മീൻസ് കിറ്റ് യൂസ് ചെയ്തിട്ടാണ് അവരെന്തുണ്ടാക്കിയത്? മെറ്റൽ ഫ്രെയിം, മെറ്റൽ ഓർഗാനിക് ഫ്രെയിം വർക്ക്സ്. ഓക്കെ, ഇങ്ങനെ എന്താണോ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് എനിക്ക് മനസ്സിലായ ഒരു കാര്യം വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു? ഒരു കോഡ് ഉണ്ടാക്കി എന്നുള്ളൂ. അപ്പൊ റോബ്സൺ ആൻഡ് യാഗി യൂസ്ഡ് എ കിറ്റ് ടു ബിൽഡ് എ മെറ്റൽ ഫ്രെയിം. അപ്പൊ ഒരു മെറ്റൽ ഫ്രെയിം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് റോബ്സണും യാഗിയും എന്ത് യൂസ് ചെയ്തു? ഒരു കിറ്റ് യൂസ് ചെയ്തു. അപ്പൊ കിറ്റ് ഫോർ എന്താണ്? സുസുമു കിറ്റാഗാവ, എന്താണ് സെക്കൻഡ് വൺ? റിച്ചാർഡ് റോബ്സൺ, ഓസ്ട്രേലിയ, ദെൻ ദി ഒമർ യാഗി. ഓക്കെ, ക്ലിയർ ആണല്ലോ? എന്താണ് ഇവർ ചെയ്തത്? മെറ്റൽ ഓർഗാനിക് ഫ്രെയിം വർക്ക്സ് ആണ്. ഓക്കെ, അപ്പൊ ഈ പറയുന്ന പോറസ് മെറ്റീരിയൽസ് യൂസ്ഡ് ഫോർ കാർബൺ ക്യാപ്ചർ, ഗ്യാസ് സ്റ്റോറേജ് ആൻഡ് വാട്ടർ ഹാർവെസ്റ്റിംഗ് ഇതുകൂടി പഠിച്ചു വെച്ചോ. എന്താണ് EMF അല്ലെങ്കിൽ എന്താണ് മെറ്റൽ ഓർഗാനിക് ഫ്രെയിം വർക്ക്സ് എന്ന് പറയുന്നത്? എന്താണ്? അതൊരു പോറസ് മെറ്റീരിയൽസ് ആണ്. കാർബൺ ക്യാപ്ചറിന് വേണ്ടി, അതേപോലെ തന്നെ ഗ്യാസ് സ്റ്റോറേജിന് വേണ്ടിയിട്ട്, അതേപോലെ തന്നെ വാട്ടർ ഹാർവെസ്റ്റിംഗ് ഇതിനൊക്കെ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. ഓക്കെ, ക്ലിയർ? ഞാൻ കൂടുതൽ ഡെപ്തിലേക്ക് പോകുന്നില്ല. നെക്സ്റ്റ് വൺ, നോബൽ പ്രൈസ് ഇൻ ലിറ്ററേച്ചറിൽ ആർക്കാണ് നോബൽ പ്രൈസ് കിട്ടിയിരിക്കുന്നത്? അപ്പൊ നോബൽ പ്രൈസ് ഇൻ ലിറ്ററേച്ചർ ആർക്കാണ് നോബൽ പ്രൈസ് കിട്ടിയിരിക്കുന്നത്? ലിറ്ററേച്ചർ. ഇത് നിങ്ങൾക്ക് എന്ത് ചെയ്താൽ മതി? ഒരു കാര്യം പഠിച്ചു വെച്ചാൽ മതി. ലാസ്ലോ റൈറ്റ്സ് ക്രേസി ഹൊറർ സ്റ്റോറീസ് എന്നാണ്. ലാസ്ലോ റൈറ്റ്സ് ക്രേസി എന്താണ് ഹൊറർ സ്റ്റോറീസ്. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ലാസ്ലോ. ഇനി ക്രേസി എന്ന് പറയുമ്പം ക്രാസ് എന്താണ്? ക്രാസ് എന്താണ്? നെഹോക്കൈ എന്നല്ലേ? അപ്പൊ ക്രാസി. അപ്പൊ ലാസ്ലോ ക്രാസ്. അപ്പൊ ലാസ്ലോ ക്രാസ് നെഹോക്കൈ എന്നാണല്ലോ പേര്. ഹൊറർ സ്റ്റോറീസ് എന്ന് പറയുമ്പം ഇപ്പം ക്രാസ് ആൻഡ് ഹൊറർ എന്ന് പറയുന്ന പോലെ ക്രാസ് ആൻഡ് ഹോർക്കൈ. അപ്പൊ ക്രാസ് ആൻഡ് ഹൊറർ. അപ്പൊ ലാസ്ലോ എന്താണ്? ക്രാസ് ആൻഡ് ഹോർക്കൈ. അപ്പൊ ക്രേസി ഹൊറർ സ്റ്റോറീസ് എഴുതിയിട്ടുണ്ട്. അപ്പൊ അത് മീൻസ് ഞാൻ ഒരു കോഡിന് വേണ്ടി പറയാണ്. അപ്പൊ ലാസ്ലോ റൈറ്റ്സ് ക്രേസി ഹൊറർ സ്റ്റോറീസ്. അപ്പൊ ലാസ്ലോ ക്രാസ് നെഹോർക്കൈ അദ്ദേഹത്തിന്റെ മീൻസ് അദ്ദേഹത്തിനാണ് നോബൽ സമ്മാനം ലഭിച്ചിരിക്കുന്നത്. അദ്ദേഹം ഹംഗറിക്കാരനാണ്. അപ്പോൾ ഹൊറർ എന്ന് പറയുമ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഹംഗറിയുമായിട്ട് കണക്ട് ചെയ്യാം. എന്താണ്? ഹിസ് കമ്പലിംഗ് ആൻഡ് വിഷണറി അവേ ദാറ്റ്
ദ മൈറ്റ്സ് ഓഫ് എന്താണ് അപ്പോക്കലിപ്റ്റിക് ടെറർ റീഅഫേംസ് ദി പവർ ഓഫ് ആർട്ട്. ഓക്കെ, അപ്പോൾ അദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷന് വേണ്ടിയിട്ടാണ്, അദ്ദേഹത്തിൻ്റെ ഫേമസ് വർക്ക്സ് ആണ് എന്ത് ചെയ്യുന്നത്, സെറ്റാൻഡാഗോ, അതേപോലെ തന്നെ ദ മെലങ്കളി ഓഫ് റെസിസ്റ്റൻസ് ഇദ്ദേഹത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. അപ്പോൾ ഇദ്ദേഹത്തിന് നോബൽ സമ്മാനം ലഭിച്ചിരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഇദ്ദേഹത്തിൻ്റെ ഈ ഒരു പ്രവർത്തനത്തിന് വേണ്ടിയിട്ടാണ്. അടുത്തത് ദ നോബൽ പീസ് പ്രൈസ്, സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ചിരിക്കുന്നത് ആർക്കാണ്? ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, ഈ ഒരു രാജ്യം ഇപ്പോൾ ന്യൂസിൽ അത്രയും പ്രാധാന്യത്തോടെ ഇടം പിടിച്ചിരിക്കുന്ന ഒരു സമയമായതുകൊണ്ട് തന്നെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഓക്കെ, ക്ലിയർ? നോബൽ പീസ് പ്രൈസ് ആർക്കാണ് ലഭിച്ചിരിക്കുന്നത്? മരിയ കോറിന മെച്ചാഡോ എന്ന് പറയും. വെനിൻസുല ഇപ്പം എന്താണ് ആ ഒരു രാജ്യവുമായി ബന്ധപ്പെട്ട അമേരിക്കയുടെ അധിനിവേശമൊക്കെ നിങ്ങൾ ന്യൂസിൽ വായിക്കുന്നുണ്ടാവും. അപ്പം മരിയ എന്ത് ചെയ്യുക, നമുക്ക് ഇതൊരു കോഡ് ഉണ്ടാക്കാം. മരിയ എന്ത് ചെയ്തു? മാർച്ച് ചെയ്തു ഫോർ പീസ് ഇൻ വെനിൻസുല. വെനിൻസുലയിൽ സമാധാനത്തിന് വേണ്ടി മരിയ മാർച്ച് ചെയ്തു. മരിയ മാർച്ച്ഡ് ഫോർ പീസ് ഇൻ വെനിൻസുല. അപ്പൊ വെനിൻസുലയിൽ മരിയ എന്ത് ചെയ്തു? സമാധാനത്തിന് വേണ്ടി ഒരു മാർച്ച് നടത്തി. അപ്പൊ മരിയ മാർച്ച്ഡ് എന്ന് പറയുമ്പോൾ മറിയ മെച്ചാഡോ എന്തിനു വേണ്ടിയിട്ടാണ്? സമാധാനത്തിന് വേണ്ടിയിട്ടാണ് വെനിൻസുല. അപ്പൊ വെനിസുല എന്ന് പറയുന്നത് അവരുടെ രാജ്യത്തിന്റെ പേരാണ്, അല്ലെ? അപ്പൊ ഇവർ ചെയ്തത് എന്താണ്? ഹെർ ടയർലെസ് വർക്ക് പ്രൊമോട്ടിംഗ് ഡെമോക്രാറ്റിക് റൈറ്റ്സ് ഫോർ ദി പീപ്പിൾ ഓഫ് വെനിസുല ആൻഡ് ഹെർ സ്ട്രഗിൾ ടു അച്ചീവ് എ പീസ്ഫുൾ ട്രാൻസിഷൻ ഫ്രം ഡിക്റ്റേറ്റർഷിപ്പ് ടു ഡെമോക്രസി, അല്ലെ? അപ്പൊ അവിടെ ഡിക്റ്റേറ്റർഷിപ്പിൽ നിന്ന് ഡെമോക്രസിയിലേക്കുള്ള ഒരു പീസ്ഫുൾ ട്രാൻസ്ഫോർമേഷൻ അത് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ചെയ്ത സ്ട്രഗിൾസ്, അല്ലെ? ആ ഒരു ഡെമോക്രാറ്റിക് റൈറ്റ്സ് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ജനങ്ങൾ, വെനിൻസുലയിലുള്ള ജനങ്ങൾക്ക് അവരുടെ ഡെമോക്രാറ്റിക് റൈറ്റ്സ് അത് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ചെയ്ത നിസ്തുലമായ സേവനത്തിനാണ് എന്ത് ചെയ്യുന്നത്. ഇതേ ഒരു വർഷം തന്നെ നോബൽ പീസ് പ്രൈസിന് ട്രംപിനെയും നോമിനേറ്റ് ചെയ്തിരുന്നു, അല്ലെ? മീൻസ് പല ആളുകളും ട്രംപിനെ കുറിച്ചൊക്കെ പറഞ്ഞിരുന്നു. പക്ഷെ ട്രംപിന് കിട്ടിയില്ല. ആർക്കാണ് കിട്ടിയിരിക്കുന്നത്? വെനിൻസുലയുടെ ഓപ്പോസിഷൻ ലീഡർ, മീൻസ് ഓപ്പോസിഷനിലൊക്കെ ഉണ്ടായിരുന്ന മരിയ കോറിന മെച്ചാഡോ. മരിയ മാർച്ച്ഡ് ഫോർ പീസ് ഇൻ വെനിസുല എന്ന് പഠിച്ചു വെച്ചാൽ മതി. മരിയ കോറിന മെച്ചാഡോയാണ്, വെനിസുലയാണ്. അവർക്കാണ് എന്ത് ചെയ്യുന്നത്? അവരവിടെ ജനങ്ങളുടെ ഡെമോക്രാറ്റിക് റൈറ്റ്സ് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്ത, അല്ലെങ്കിൽ അവിടെ ഒരു ഡിക്റ്റേറ്റർഷിപ്പിൽ നിന്ന് ഡെമോക്രസിയിലേക്കുള്ള ഒരു പീസ്ഫുൾ ട്രാൻസിഷൻ അവർ അച്ചീവ് ചെയ്തു. അതിന് അവർ നടത്തിയ നിസ്തുല സേവനത്തിനാണ് എന്ത് ചെയ്യുന്നത്? അവർക്ക് സമാധാനത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചത്. ഓക്കെ, അടുത്ത് നോക്കാം. ഷീ ഈസ് എ വെനിൻസുലൻ ഓപ്പോസിഷൻ ലീഡർ ആൻഡ് ആക്ടിവിസ്റ്റ് ആയിരുന്നു. ലാസ്റ്റ് ആൻഡ് ഫൈനൽ നമുക്ക് എന്ത് ചെയ്യാം? എക്കണോമിക്സിലുള്ള നോബൽ പ്രൈസിന് നമ്മൾ പറയുന്നത് എന്താണ്? സെവറിക്സ് എന്താണ്? റിക്സ് ബാങ്ക് പ്രൈസ് ഇൻ എക്കണോമിക് സയൻസസ്, അല്ലെ? അങ്ങനെയാ പറയാം. നമ്മൾ നോബൽ പ്രൈസിന്റെ കാറ്റഗറിയിൽ കൂട്ടുന്നതാണ്. അതിന്റെ പേര് കൂടി ഒന്ന് പഠിച്ചു വെച്ചോ. ഇനി ആർക്കാണ് കിട്ടിയിരിക്കുന്നത്? ഹൗ ടു മോക്ക് എൻ ഏജിങ് എക്കണോമി. ഒരു ഏജിങ് എക്കണോമിയെ നമുക്ക് എങ്ങനെ മോക്ക് ചെയ്യാം? ഇന്നോവേറ്റ്, അല്ലെ? ഇന്നോവേഷനിലൂടെയല്ലേ നമ്മൾ ഈ പറയുന്ന, മീൻസ് ഒരു സംവിധാനത്തെയൊക്കെ നമ്മൾ ക്ലിയർ ആയിട്ട് മോക്ക് ചെയ്യൽ എങ്ങനെയാണ്? മീൻസ് ഇന്നോവേഷനിലൂടെയാണ് നമ്മൾ എന്ത് ചെയ്യുക? മോക്ക്. ഇപ്പൊ AI വന്നുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മീൻസ് മോക്ക് ചെയ്യാം. ഹൗ ടു മോക്ക് ആൻ ഏജിങ് എക്കണോമി. ഒരു ഏജിങ് എക്കണോമിയെ നമ്മൾ എങ്ങനെ മോക്ക് ചെയ്യും എന്ന് ചോദിച്ചാൽ എന്താണ്? അത് നമുക്ക് ഇന്നോവേറ്റ് എന്നാണ് പറയുന്നത്, അല്ലെ? ഹൗ എന്ന് പറയുമ്പോൾ പീറ്റർ ഹോവിറ്റ്, ആൻഡ് ദി മോക്ക് എന്ന് പറയുന്നത് ജോയൽ മോക്കിയർ, ആൻഡ് ഏജിങ് എന്ന് പറയുന്നത് എന്താണ്? ഫിലിപ്പ് ആഗ്യോൺ. എന്താണ് ഏജിങ് എക്കണോമി? എന്താ ചെയ്യുക? ഇന്നോവേറ്റ്, അല്ലെ? ഹെയർ വർക്ക് ഇന്നോവേഷൻ ഡ്രിവൺ എക്കണോമിക് ഗ്രോത്ത് ആൻഡ് തിയറി ഓഫ് ക്രിയേറ്റീവ് ഡിസ്ട്രക്ഷൻ. അപ്പൊ ഇതിനാണ് എന്ത് ചെയ്യുന്നത്? അവർക്ക് നൊബേൽ സമ്മാനം ലഭിച്ചിരിക്കുന്നത്. അപ്പൊ ഹൗ ടു മോക്ക് ആൻ ഏജിങ് എക്കണോമി. ഒരു ഏജിങ് എക്കണോമിയെ എങ്ങനെ എന്ത് ചെയ്യാം? മോക്ക് ചെയ്യാം. ഇന്നോവേറ്റ്, അല്ലെ? അപ്പോൾ ഹൗ എന്ന് പറയുമ്പോൾ പീറ്റർ ഹോവിറ്റ്, ദെൻ ദി മോക്ക് ഫോർ ദ ജോയൽ മോക്കിയർ, ആൻഡ് ദി ഏജിങ് ഫോർ ഫിലിപ്പ് ഏഗ്ജിയൻ, ദെൻ എന്താണ്?
ഇന്നൊവേറ്റ് എന്ന് പറയുന്നത് ഇന്നൊവേഷൻ ഡ്രിവൺ എക്കണോമിക് ഗ്രോത്ത് അല്ലെ. അതേപോലെ തന്നെ തിയറി ഓഫ് ക്രിയേറ്റീവ് ഡിസ്ട്രക്ഷൻ, ഹൗ ടെക്നോളജിക്കൽ പ്രോഗ്രസ് ആൻഡ് ന്യൂ ഐഡിയാസ് ഡ്രൈവ് ലോങ് ടേം എക്കണോമിക് ഗ്രോത്ത്. എങ്ങനെയാണ് ടെക്നോളജിക്കൽ പ്രോഗ്രസും അതേപോലെ തന്നെ ന്യൂ ഐഡിയാസ് ലോങ് ടേം എക്കണോമിക് ഗ്രോത്തിന് ഇന്നൊവേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ മക്കളെ? ക്ലിയർ ആയില്ലേ? അപ്പൊ ഈ ഒരു രീതിയിലായിരിക്കണം നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, പഠിക്കേണ്ടത്. നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്തിട്ട് എന്ത് ചെയ്യാം, നേരെ തിരിച്ചു വരാം. എന്താണ് നമ്മൾ ഇതുവരെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഒന്നുകൂടി പെട്ടെന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം, വൈൻഡ് അപ്പ് ചെയ്യാം. നോബൽ പ്രൈസ് ഇൻ ഫിസിയോളജി ആൻഡ് മെഡിസിൻ എന്തായിരുന്നു നമ്മൾ പറഞ്ഞ കോഡ്? മേരി റാൻ വിത്ത് റാംസ്. എവിടേക്കാണ്? ടു സാഗ. എന്തിനു വേണ്ടിയിട്ടാണ്? ടു ഫിക്സ് ഹെർ ഇമ്മ്യൂണിറ്റി അല്ലെ. അപ്പൊ ആരൊക്കെയാണ്? മേരി ഇ ബ്രങ്കോ, then the Fred Ramsdell and the Shimon Sakaguchi അല്ലെ. എന്തിനു വേണ്ടിയിട്ടാണ്? ടു ഫിക്സ് ഹെർ ഇമ്മ്യൂണിറ്റി. അപ്പൊ പെരിഫറൽ ഇമ്മ്യൂൺ ടോളറൻസ് എന്താണ്? ഐഡന്റിഫിക്കേഷൻ ഓഫ് റെഗുലേറ്ററി ടി സെൽസ് ആൻഡ് FOXP3 ജീൻ. ഓക്കെ ആണല്ലോ. ദെൻ എന്താണ്? ഹൗ ഇമ്മ്യൂൺ സിസ്റ്റം അറ്റാക്കിംഗ് ബോർഡ്സ് ഓൺ, അതെങ്ങനെ പ്രിവെന്റ് ചെയ്യാം എന്നുള്ളതാണ്. സെക്കൻഡ് വൺ നമ്മൾ പറഞ്ഞു നോബൽ പ്രൈസ് ഇൻ ഫിസിക്സ് എന്തായിരുന്നു? ക്ലാർക്ക് ആൻഡ് ഡെവോറേറ്റ് ഡ്രാങ്ക് എന്ത് കുടിച്ചു? മാർട്ടിനിസ് ബ്രാൻഡ് കുടിച്ചു. എവിടെ നിന്നാണ്? ഇൻ എ ക്വാണ്ടം ടണൽ. അപ്പൊ ജോൺ ക്ലാർക്ക് എന്താണ്? മൈക്കൽ ഡിവോറേറ്റ്, ദെൻ ദി ജോൺ എം മാർട്ടിനിസ് എന്താണ്? മാക്രോസ്കോപ്പിക് ക്വാണ്ടം മെക്കാനിക്കൽ ടണലിംഗ് ആണ്. അതേപോലെ തന്നെ എനർജി ഓർഗനൈസേഷൻ. ഓക്കെ, ക്ലിയർ? ഇതെന്താണ് ചെയ്തത്? ഒരു ഗ്യാപ്പ് ബിറ്റ്വീൻ ഡിസ്കവറി ഓഫ് bridges the gap between quantum world and the visible microscopic system. Okay, നെക്സ്റ്റ് വൺ എന്താണ്? നോബൽ പ്രൈസ് ഇൻ കെമിസ്ട്രി എന്താണ്? റോബ്സൺ ആൻഡ് യാഗി യൂസ്ഡ് എ കിറ്റ് ടു ബിൽഡ് എ മെറ്റൽ ഫ്രെയിം. അപ്പൊ എന്താണ്? സുസൂമി കിറ്റഗാവ, ദാറ്റ് മീൻസ് കിറ്റ്. എന്താണ്? റിച്ചാർഡ് റോബ്സൺ, that means Robson. Then the Omar Yagi build a metal frame. Metal organic frameworks create ചെയ്തതാണ്. ഇത് എന്താണ് ഇതിൻ്റെ യൂസ്? ഇത് നമ്മൾ കാർബൺ ക്യാപ്ചർ ആയിട്ടും ഗ്യാസ് സ്റ്റോറേജ് ആയിട്ടും ഹൈഡ്രജൻ പോലെയുള്ള ഗ്യാസ് സ്റ്റോറേജ് ആയിട്ട് യൂസ് ചെയ്യുന്നു. അതേപോലെ തന്നെ എന്താണ്? വാട്ടർ ഹാർവെസ്റ്റിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്നു. നോബൽ പ്രൈസ് ഇൻ ലിറ്ററേച്ചർ നമ്മൾ എന്താ പറഞ്ഞത്? ലാസ്ലോ ക്രാസി ആൻഡ് ഹൊറർ സ്റ്റോറീസ് എഴുതി അല്ലെ. ലാസ്ലോ ക്രാസി, ക്രാസ് ആൻഡ് എന്ന് കൂട്ടി കൊടുത്താൽ മതി. ക്രാസ് ആൻഡ് ഹെറർ സ്റ്റോറി. അപ്പൊ ക്രാസ് ആൻഡ് എന്താണ്? ഹോർക്കേ അല്ലെ. അപ്പൊ ക്രാസ് ആൻഡ് ഹൊറർ എന്ന് പറയുമ്പോൾ എന്താണ്? ക്രാസ് ആൻഡ് അല്ലെങ്കിൽ നെഹോർക്കേ എന്ന് പറയുന്ന പേര് ഹംഗറി റൈറ്റർ ആണ്. ഹൊറർ എന്ന് പറയുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഹംഗറിയുമായിട്ട് എന്ത് ചെയ്യാം? ക്രിയേറ്റ് ചെയ്യാം. നെക്സ്റ്റ് വൺ എന്താണ്? നോബൽ പീസ് പ്രൈസ് ആണ്. എന്താണ് നമ്മൾ പറഞ്ഞു? മരിയ മാർച്ച്ഡ് ഫോർ പീസ് ഇൻ വെനീസുല. അപ്പോൾ മരിയ മെച്ചാഡോ എന്താണ്? വെനീസുലയിൽ സമാധാനത്തിന് വേണ്ടിയിട്ട് അല്ലെ, എന്താണ്? ജനങ്ങളുടെ ഡെമോക്രാറ്റിക് റൈറ്റ്സിന് വേണ്ടിയിട്ട്. എന്നിട്ട് എന്ത് ചെയ്തു? ഡിക്റ്റേറ്റർഷിപ്പിൽ നിന്ന് ഡെമോക്രസിയിലേക്കുള്ള ആ ഒരു പീസ്ഫുൾ ട്രാൻസിഷൻ, അതിന് അവർ നൽകിയ സ്ട്രഗിൾസ് ആണ് എന്ത് ചെയ്യുന്നത്? ഇതിൻ്റെ നിദാനമായൊരു കാര്യം. ലാസ്റ്റ് ആൻഡ് ഫൈനൽ, അവരൊരു ഓപ്പോസിഷൻ ലീഡറാണ്, ഒരു ആക്ടിവിസ്റ്റ് കൂടിയാണ്. ലാസ്റ്റ് ആൻഡ് ഫൈനൽ എക്കണോമിക്സിലുള്ള പ്രൈസിൻ്റെ പേര് ഞാൻ അവിടെ കാണിച്ചു. ഹൗ ടു മോക്ക് എൻ ഏജിങ് എക്കണോമി ഇന്നോവേറ്റ് അല്ലെ. അപ്പോൾ ജോയൽ മോക്കിർ ആൻഡ് ഫിലിപ്പ് എന്താണ്? ഏജിയൻ ആൻഡ് ഹോവിറ്റ് അല്ലെ. ഹൗ ടു മോക്ക് എൻ ഏജിങ് എക്കണോമി ഇന്നോവേറ്റ്. അപ്പോൾ ഇന്നോവേഷൻ ഡ്രിവൺ എക്കണോമിക് ഗ്രോത്ത് ആൻഡ് ക്രിയേറ്റീവ് ഡിസ്ട്രക്ഷൻ, ഇതിനാണ് അവർക്ക് നൊബേൽ സമ്മാനം ലഭിച്ചത്. അപ്പോൾ ടെക്നോളജിക്കൽ പ്രോഗ്രസ്സും അതേപോലെ തന്നെ ന്യൂ ഐഡിയാസ് എങ്ങനെയാണ് ലോങ് ടേം എക്കണോമിക് ഗ്രോത്തിനെ പ്രൊമോട്ട് ചെയ്യുന്നത്. ഓക്കെ മക്കളെ, ക്ലിയർ ആയല്ലോ? അപ്പോൾ ഇവിടെ ഫിസിയോളജിയിലുള്ളത് പറഞ്ഞു, അതേപോലെ തന്നെ എന്താണ്? ഫിസിക്സ് പറഞ്ഞു, ദെൻ നമ്മൾ എന്ത് പറഞ്ഞു? കെമിസ്ട്രി പറഞ്ഞു, അതേപോലെ തന്നെ എന്താണ്? ലിറ്ററേച്ചർ പറഞ്ഞു, ദെൻ പീസ് പറഞ്ഞു, ദെൻ എക്കണോമിക്സ് പറഞ്ഞു. വേണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യാം? ഒന്നുകൂടി പറയാം. എന്തായിരുന്നു? മേരി റാൻ വിത്ത് റാംസ് ടു സാഗ. എന്തിനു വേണ്ടിയിട്ടാണ്? ടു ഫിക്സ് ഹെർ ഇമ്മ്യൂണിറ്റി. ഫിസിയോളജി ആണ്. ഇനി അടുത്തത് ക്ലാർക്ക് ആൻഡ്
ഡെവോററ്റ് ഡ്രാങ്ക് എന്താണ് മാർട്ടിനിസ് ഇൻ ക്വാണ്ടം ടണൽ. അപ്പോൾ ക്വാണ്ടം ടണൽ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യമാണ്. ആരൊക്കെയാണുള്ളത്? ക്ലാർക്ക് ആൻഡ് ഡെവോററ്റ് മാർട്ടിനിസ്. ഓക്കെ, ഇനി കെമിസ്ട്രിയിലേക്ക് നമ്മൾ വരുമ്പോൾ ആരൊക്കെയാണ്? റോബ്സൺ ആൻഡ് യാഗി യൂസ് എ കിറ്റ് ടു ബിൽഡ് എ എന്താണ് മെറ്റൽ ഫ്രെയിം അല്ലെ. അപ്പൊ റോബ്സൺ, യാഗി, ദെൻ എന്താണ് കിറ്റാഗാവ എന്തിനു വേണ്ടിയിട്ടാണ്? മെറ്റൽ ഓർഗാനിക് ഫ്രെയിം അല്ലെ. ഇനി നേരെ ലിറ്ററേച്ചറിലേക്ക് വരുമ്പോൾ എന്താണ്? ലാസ്ലോ റൈറ്റ്സ് ക്രേസി ഹൊറർ സ്റ്റോറീസ് അല്ലെ, ഹംഗറിയാണ്. നോബൽ പീസ് പ്രൈസ് പറഞ്ഞു എന്താണ്? മരിയ മാർച്ച്ഡ് ഫോർ പീസ് ഇൻ വെനിൻസുല അല്ലെ. മരിയ മെച്ചാഡോ എന്നാണ്, വെനിസുലയാണ്, പീസിന് വേണ്ടിയിട്ടാണ്. ലാസ്റ്റ് ആൻഡ് ഫൈനൽ എന്താണ്? ഹൗ ടു മോക്ക് ആൻ ഏജിങ് എക്കണോമി എന്നാണ്, ഇന്നോവേറ്റ് അല്ലെ. ഹൗട്ട് എന്ന് പറയുമ്പം ഹോവിറ്റ് ആണ്. ദെൻ മോക്ക് എന്ന് പറയുമ്പോൾ ജോയൽ മോക്കിർ ആണ്. ഏജിങ് എന്ന് പറയുമ്പോൾ ഫിലിപ്പ് ഏജിയൻ ആണ്. ഇന്നോവേറ്റ് എന്ന് പറയുമ്പോൾ ഇന്നോവേഷൻ ഡ്രിവൺ. അത്തരം സംവിധാനങ്ങൾ എങ്ങനെ എക്കണോമിക് ഗ്രോത്തിനെ പ്രൊമോട്ട് ചെയ്യുന്നു? ഇത്തരത്തിൽ കോഡിലൂടെ കറണ്ട് അഫയേഴ്സ് പഠിക്കണോ? നേരെ വന്നോ മക്കളെ സൂപ്പർ നോട്ട്സിലേക്ക്. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ അടുത്ത ടോപ്പിക്കുമായിട്ട് കാണാം. താങ്ക് യു ഓൾ.